ഇന്നെനിക്ക് അത്രയും സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. ഞാനൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇതെനിക്ക് കിട്ടിയതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. ദൈവം തമ്പുരാനോടും പ്രത്യേകിച്ച് നിങ്ങളോടും ഓരോരുത്തരോടും എനിക്ക് ഒരുപാട് തീരാത്ത കടപ്പാടുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ കണ്ടതിനോടാണ് എനിക്കിങ്ങനെ ഓരോ അവസരങ്ങൾ കിട്ടുന്നതും എനിക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണതൊക്കെ. അതിൻ്റെ ഡയലോഗ് അവിടെ പോയിട്ട് പറയാനുള്ള ഡയലോഗ് ഓട്ടോയിൽ ഇരുന്നിട്ട് കാണാൻ പണം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിത് പോകുന്നത് കാമ്പുറത്തുള്ള പ്രൊവേഴ്സ് അക്കാഡമിയുടെ പ്രൊമോഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരുടെ ഫുൾ ടീമും ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര കൂളായിരുന്നു, എല്ലാവരും നല്ല സ്വഭാവമായിരുന്നു കേട്ടോ. എങ്ങനെയാണ് ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, അത്രയും സൂപ്പറായിരുന്നു ഓരോരുത്തരും കേട്ടോ. ടീച്ചേഴ്സ് ആയിക്കോട്ടെ, പിള്ളേരായിക്കോട്ടെ, എല്ലാവരും. ചെന്നപാട് നമ്മുടെ വർക്കിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരൊരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവർക്ക് അതിനനുസരിച്ചുള്ള ആൻസർ ഞാൻ കൊടുക്കുക എന്നുള്ള രീതിയിൽ ഒരു ഗസ്റ്റായിട്ട് നമ്മളവരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളോട് അവർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഇതൊക്കെ ഭയങ്കരമായിട്ട് ഗ്രേറ്റ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ട ഓരോരോ കാര്യങ്ങൾ ഭഗവാൻ എനിക്കിങ്ങനെ എൻ്റെ കയ്യിൽ ഇങ്ങനെ കൊണ്ടുത്തരണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ വളരെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളാഞ്ചേരി ഭാഗത്തെ പിന്നെ പിള്ളേരുടെ ഭാഗത്തുള്ള ചോദ്യങ്ങളായിരുന്നു കേട്ടോ. നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ എത്തിയത്, ഇൻഫ്ലുവൻസർ ആയത്, വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അവരുടേതായിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കൊടുക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത് ഭയങ്കര പാഷനായിരുന്നു എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 7 വർഷം മുന്നേ വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു. പക്ഷെ എനിക്ക് ഈ നെഗറ്റീവ് കമൻറ്റ് വരുമോ, പിന്നെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും, ആദ്യം ഏതിൽ പോകണം, എന്നിട്ട് എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഞാൻ എഴുതി വെച്ചിട്ട് പിന്നെ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. പിന്നെ എല്ലാം കൂടെ ഒരു ഇഷ്ടം വരുമ്പോൾ നമുക്കത് മാനേജ് ചെയ്യാം. മുഴുവനൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റില്ലല്ലോ. ആകെ 3 മിനിറ്റല്ലേ ഇതിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ബാക്കിയൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്ന മൈവളാഞ്ചേരിയോടും നിങ്ങളോടും ദൈവം തമ്പുരാനോടൊക്കെ ഒരുപാട് നന്ദി ഒരിക്കൽ കൂടി പറയുകയാണ്. ഞാൻ ആഗ്രഹിച്ച പോലെ ഓരോ കാര്യങ്ങൾ ഞാൻ ഇത്രയൊക്കെ തന്നെ ഞാൻ ആഗ്രഹിച്ചിട്ട്, ഇത്രയും ഞാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നും ഞാൻ എത്തുമെന്ന് വിചാരിച്ചിട്ടില്ല. എനിക്കിങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. ഇതൊന്നും ഞാൻ ഇപ്പോൾ ഒന്നും വിചാരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. അതെനിക്ക് തന്ന നിങ്ങളോട് ഓരോരുത്തരോടും ഒരിക്കൽ കൂടി നന്ദി പറയാണ്. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇമോഷണൽ ആവും. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ അവരുടെ ടീച്ചേഴ്സിൻ്റെ കൂടെയൊക്കെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് വരുമ്പോൾ KR ഒരു ജ്യൂസും പിന്നെ ചിക്കൻ പപ്സും കൂടെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഇവിടുന്ന് മുന്നോട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹവും സപ്പോർട്ടിൻ്റെ കൂടെ വേണം കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവർ ഫോളോ ചെയ്യാൻ മറക്കരുത്, യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും. ടാറ്റാ ബൈ, സീ യു.